മൈബോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ ടോട്ടൽ 7 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് കറണ്ടിനെ കുറിച്ചും അടുത്ത 3 ചാപ്റ്റർ എന്ന് പറയുന്നത് ഒപ്റ്റിക്സിനെ കുറിച്ചും, അതായത് പ്രകാശത്തെ കുറിച്ചുമാണ്. അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എനർജി കൺസർവേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. നമുക്കപ്പോൾ ആദ്യത്തെ പാഠത്തിന്റെ പേര് നോക്കിയാൽ വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ. എന്താണ് വൈദ്യുതി പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ളതാണ്. എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു 2-3 ടേംസുകൾ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് എന്താണ് ഇലക്ട്രിക് കറന്റ് എന്നുള്ളത്. എന്താണ് ഇലക്ട്രിക് കറന്റ്? അപ്പോൾ നോക്കി, എന്താണ് ഇലക്ട്രിക് കറന്റ്? ഒരു ചാലകത്തിലൂടെ യൂണിറ്റ് സമയത്ത് കടന്നു പോകുന്ന ചാർജിന്റെ അളവാണ് ഇലക്ട്രിക് കറന്റ്. എന്താണ്? ഒരു ചാലകത്തിലൂടെ യൂണിറ്റ് സമയത്ത് കടന്നു പോകുന്ന ചാർജിന്റെ അളവാണ് ഇലക്ട്രിക് കറന്റ്. ഇപ്പൊ നോക്കിയ ഡെഫിനിഷൻ നോക്കിയേ. ദ കറന്റ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. എന്താണ് കറന്റ്? ദ ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. അപ്പൊ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഐ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കറന്റ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? I is equal to Q by T. I is equal to Q by T. അപ്പൊ ഇതിനകത്ത് എന്താണ് Q എന്ന് പറയുന്നത്? ചാർജിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. T എന്ന് പറയുന്നത് എന്താണ്? ടൈം ആണ്. അപ്പൊ I is equal to Q by T. അപ്പൊ ഈ കറണ്ടിന് ഒരു യൂണിറ്റ് ഉണ്ട്. എന്താണ് കറണ്ടിന്റെ യൂണിറ്റ്? നമുക്കറിയാം, ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയാം കൂളോം ബൈ സെക്കൻഡ്. എന്താണ്? കൂളോം ബൈ സെക്കൻഡ്. ഇതിന് മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്. എന്താണ്? കറണ്ടിന് കൂളോം ബൈ സെക്കൻഡ് കൂടാതെ മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്. ആ യൂണിറ്റ് ആണെന്ന് പറയുന്നത് ആംപിയർ എന്ന് പറയുന്ന യൂണിറ്റ്. എന്താണ്? ആംപിയർ. അപ്പൊ ഈ ആംപിയറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആംപിയറിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആംപിയറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ആംപിയറിനെ സൂചിപ്പിക്കുന്നത്. നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് റെസിസ്റ്റൻസ് എന്താണ്. എന്താണ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയുന്നത്? പ്രതിരോധം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്താണ് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് റെസിസ്റ്റൻസ്? നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടറിനകത്തൂടെ ചാർജ് കടന്നു പോകുന്നു, കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ ഓരോ കണ്ടക്ടറും ഓരോ ചാലകങ്ങളും ഈ വരുന്ന കറണ്ടിനെ എന്ത് ചെയ്യും? ഒന്ന് എതിർക്കും, ഒപ്പോസ് ചെയ്യും, തടയും. അപ്പൊ ഇങ്ങനെ ഒരു കറണ്ടിനെ തടയുവാനുള്ള ആ കണ്ടക്ടറിന്റെ കഴിവിനെയാണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കറണ്ടിനെ എതിർക്കുവാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവ്. എന്താണ് റെസിസ്റ്റൻസ്? എന്താണ്? കറണ്ടിനെ എതിർക്കുവാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, റെസിസ്റ്റൻസ് എന്ന് നോക്കിയേ. ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. Okay, the property of a conductor to resist the flow of electric current. Electric currentനെ തടയുവാനുള്ള ഒരു കണ്ടക്ടറിന്റെ കഴിവിനെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത്. എന്ത് ലെറ്ററാണ്? R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് പറയുന്നത് പോലെ റെസിസ്റ്റൻസിന് ഒരു യൂണിറ്റ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്ന യൂണിറ്റ്. യൂണിറ്റ് എന്താണ്? നോക്കി, ഓം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇലക്ട്രിക് കറന്റ് പറഞ്ഞു, റെസിസ്റ്റൻസ് പറഞ്ഞു. ഇനി അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു ഘടകമാണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ഈ കണ്ടക്ടറിനകത്ത് 2 പോയിന്റ് ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഒരു കണ്ടക്ടർ എടുത്തു, അതിനകത്ത് 2 പോയിന്റ് എടുത്ത്, എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്. ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു 1 കൂളോം ചാർജ് വെച്ചു. എത്രയാണ്? 1 കൂളോം ചാർജ് വെച്ചു. അപ്പൊ നമുക്ക് ഈ 1 കൂളോം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് മൂവ് ചെയ്യിപ്പിക്കണം. എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാൻ 1 കൂളോം ചാർജിനെ എനിക്ക് മൂവ് ചെയ്യിപ്പിക്കണം.
അത് ഞാൻ എന്ത് ചെയ്യണം? ഒരു വർക്ക് അഥവാ ഒരു പ്രവൃത്തി കൊടുക്കണം. ആർക്ക്? ഈ ചാർജിനകത്തേക്ക് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1 കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് എത്തിക്കുവാൻ വേണ്ടി എത്ര വർക്ക് ഞാൻ ചെയ്യേണ്ടി വരുന്നു? ആ വർക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. എന്തിനേക്കായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പം 1 കൂളം ചാർജിനെ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കുവാൻ ഞാൻ എത്ര വർക്ക് കൊടുക്കണം? ആ വർക്ക് എന്ന് പറയുന്നത് ഈ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, 1 കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര വർക്ക് കൊടുക്കേണ്ടി വരുന്നുവോ അതെന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കിയേ, 1 കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ എനിക്ക് 1 ജൂൾ വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് സങ്കല്പിക്കാം. നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് വി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു W by Q എന്നാണ്. എന്താണ്? വോൾട്ടേജ് ഈസ് ഈക്വൽ ടു W by Q. അപ്പോൾ V എന്ന് പറയുന്നത് വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, W എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വർക്ക്, Q എന്ന് പറയുന്നത് എത്ര കൂളം ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് എത്രയാണ്? 1 കൂളം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ എന്താണ് 1 ജൂൾ വർക്ക് എടുത്തെന്ന് സങ്കല്പിക്കാം. അപ്പൊ ഇവിടെയുള്ള ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? V is equal to W എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കുക? 1 ജൂൾ. ഇവിടെ ചെയ്ത വർക്ക് എത്രയാണ്? 1 ജൂൾ. ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. സി കൂളം എന്ന് പറയുന്നത് ചാർജിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്ത വർക്ക് 1 ജൂൾ. ഇവിടെ എത്ര യൂണിറ്റ് ചാർജ്, എത്ര കൂളം ചാർജിനാണ് നമ്മൾ മൂവ് ചെയ്തത്? 1 കൂളം ചാർജിനെ. അപ്പോൾ 1/1 എത്രയാണ്? 1. അപ്പം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ വോൾട്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ വോൾട്ടേജിനും ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ്. എന്താണ്? വോൾട്ട്. അപ്പൊ എന്ത് ചെയ്തു? 1 വോൾട്ട് ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് 1 കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ 1 ജൂൾ വർക്ക് എനിക്ക് ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അപ്പൊ നമുക്കൊരു 2 കൂളം ചാർജ് ആണെങ്കിലോ 2 കൂളം ചാർജ് എനിക്കൊരു 30 ജൂൾ വർക്ക് ചെയ്യേണ്ടി വന്നു എന്ന് സങ്കല്പിക്കാം. 2 കൂളം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ 30 ജൂൾ വർക്ക് ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? 1 കൂളം ചാർജിനെ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നോ അതായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് എത്രയാണ്? 2 കൂളം ചാർജിനെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആദ്യം കൊടുക്കാം. V is equal to എത്ര ജൂളാണ്? 30 ജൂളാണ് വർക്ക്. എത്രയാണ്? 2 കൂളമാണ് ചാർജ്. അപ്പൊ 30/2 എത്രയാണ്? 15. യൂണിറ്റ് ഉണ്ട്, വോൾട്ട് എന്നുള്ളതാണ് യൂണിറ്റ്. അപ്പൊ 15 വോൾട്ട് ആണെന്ന് പറയുന്നത് 2 കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് 30 ജൂൾ വർക്ക് എടുക്കേണ്ടി വന്നെങ്കിൽ അപ്പൊ അവിടെയുള്ള വോൾട്ട് എത്രയാണ്? 15 വോൾട്ട്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളം ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുവാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നു അതായിരിക്കും പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കിയേ, the work need to move 1 കൂളം ചാർജ് from one point to another point. അതായത് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുവാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരുന്നു? എന്താണ്? the work need to move 1 കൂളം ചാർജ് from one point to another point. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ് പറഞ്ഞു? V. അപ്പം V is equal to കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? V is equal to W by Q. V is equal to W by Q. ഇതിന്റെ യൂണിറ്റ് എന്താണ്?
വോൾട്ട് എന്നുള്ളതാണ് യൂണിറ്റ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പറഞ്ഞു, റെസിസ്റ്റൻസിനെ കുറിച്ചും പറഞ്ഞു, അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതിനെ മൂന്നിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമം നമുക്ക് പഠിക്കാനുണ്ട്. എന്തിനൊക്കെ തമ്മിലുള്ള? കറണ്ടിനെ കുറിച്ച്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജിനെ കുറിച്ച്, റെസിസ്റ്റൻസിനെ കുറിച്ച്, ഇതിന് മൂന്നിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിയമം ഏതാണ്? ഓംസ് ലോ എന്ന് പറയുന്ന നിയമം. ആ നിയമത്തിന്റെ പേര് എന്താണ്? ഓംസ് ലോ. വളരെ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് ഓംസ് ലോ. അപ്പൊ എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടറിനകത്ത് അഥവാ ഒരു ചാലകത്തിലൂടെയും കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ടറ്റങ്ങൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പൊ ആരാണ് നേർ അനുപാതത്തിൽ? കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. ഒരു കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകളിലും അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾക്ക് എന്തായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. അപ്പൊ I എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? വോൾട്ടേജിന് പ്രൊപ്പോർഷൻ. അപ്പൊ ഇതാണ് ഓംസ് ലോ. I എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് 1/r എന്ന് പറയുന്ന കോൺസ്റ്റന്റ്. 1/r എന്ന് പറയുന്ന കോൺസ്റ്റന്റോടെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എന്താണ് r? നമ്മൾ നേരത്തെ പഠിച്ച റെസിസ്റ്റൻസ് ആണ് ഇവിടെ r എന്ന് പറയുന്നത്. അപ്പൊ I is equal to 1/r into v. അപ്പൊ I is equal to 1/r into v, that is v/r. അപ്പൊ I is equal to v/r. അപ്പം എന്താണ് ഓംസ് ലോ എന്ന് നോക്കി. എന്താണ് ഓംസ് ലോ എന്ന് പറയുന്നത്? അപ്പം ഒരു കണ്ടക്ടറിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. The current flowing through a conductor is directly proportional to the potential difference between the two ends of the conductor. Okay, the current flowing through a conductor is directly proportional to the potential difference between the two ends of the conductor. ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും അതിലെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ I is directly proportional to V ആണ്. I is equal to V/R എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി മൂന്ന് ഇക്വേഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ട്രയാങ്കിളില് മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക? V എന്ന് കൊടുക്കുക, താഴെ ഭാഗത്ത് I എന്ന് കൊടുക്കുക, ഇതിന് നമുക്ക് R എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് V ആണ് കണ്ടുപിടിക്കണമെങ്കിൽ V is equal to I into R. V ആണ് കണ്ടുപിടിക്കണമെങ്കിൽ V is equal to എന്ത് കൊടുക്കാം? I into R. V is equal to I into R. ഇനി നമുക്ക് I ആണ് കണ്ടുപിടിക്കണമെങ്കിലോ I കൊടുക്കുക. I is equal to V divided by R. V യുടെ താഴെ കിടക്കുന്നു V divided by R. നേരത്തെ നമുക്ക് R ആണ് കണ്ടുപിടിക്കണമെങ്കിലോ R is equal to എന്ത് കൊടുക്കുക? V/I. R is equal to V/I. അപ്പോൾ ഓംസ് ലോ ഉപയോഗിച്ചിട്ടുള്ള മൂന്ന് V is equal to IR, I is equal to V/R, R is equal to V/I. അപ്പോൾ ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു I എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പുസ്തകത്തിലേക്ക് നോക്കാം. പുസ്തകത്തിനകത്ത് നോക്കി ഫ്രണ്ട് പേജിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിനകത്ത് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കുറെ ഉപകരണങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് അതിനകത്ത്? ഒരു ബൾബ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഓവൻ ഉണ്ട്, ഇഞ്ചക്ഷൻ കുക്കർ ഉണ്ട്, ഇതിനുള്ള സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്? വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസുകളാണ്. എന്നാൽ ഇവയുടെ എല്ലാം ഉപയോഗം ഒന്ന് തന്നെയാണോ? അല്ല. ഇതിന്റെ എല്ലാ ഉപയോഗം എന്താണ്? പലത് തന്നെയാണ്. അപ്പൊ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന, ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രകാശം കിട്ടാൻ വേണ്ടിയാണ്. ഇഞ്ചക്ഷൻ കുക്കർ എന്താണ്? ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയാണ്. ഫാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കാറ്റ് കിട്ടാൻ വേണ്ടിയാണ്. മിക്സി എന്തിനാണ്? വസ്തുക്കൾ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
പക്ഷെ ഇവിടെ എല്ലാം ആരെയാണ് കൊടുക്കുന്നത്? ഇലക്ട്രിക് കറണ്ടിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? ഇലക്ട്രിക് കറണ്ടിനെ കൊടുക്കുന്നു. പക്ഷേ ഇതിന്റെ ഫലം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഫലമാണ് നമുക്ക് നൽകുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു എനർജി മാറ്റം നോക്കാം. ആദ്യം നമ്മൾ ബൾബ് കൺസിഡർ ചെയ്യുക. ബൾബിനകത്ത് എന്താണ് മാറുന്നത്? ഈ വരുന്ന ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? ലൈറ്റ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പം ബൾബിനകത്ത് വരുന്ന ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത നമുക്ക് നോക്കിയ ഫാൻ എടുത്ത് നോക്കിയ ഫാനകത്ത് എന്താണ് ചെയ്യുന്നത്? ഈ വരുന്ന ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഫാൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അടുത്ത നമുക്ക് ഓവൻ എടുത്ത് നോക്കാം. ഓവനകത്ത് എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ ഓവൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആക്കുന്നു അല്ലേ? ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. അപ്പൊ ഓവൻ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. മിക്സി എടുത്ത് നോക്കുകയും മിക്സിന് വേണ്ടിയാണ് ഗ്രൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ മിക്സ് ചെയ്യുന്ന എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. മിക്സി ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് സ്റ്റോറേജ് ബാറ്ററി. എന്താണ് സ്റ്റോറേജ് ബാറ്ററി? നമ്മൾ ഈ സ്റ്റോറേജ് ബാറ്ററി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് ബാറ്ററി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ സ്റ്റോറേജ് ബാറ്ററിയിൽ നമ്മളൊരു പ്ലഗിനകത്ത് കുത്തി കൊടുക്കുന്നു, കറണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ വരുന്ന ഇലക്ട്രിക് കറണ്ട് എന്തായി മാറും? ചാർജ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഈ സ്റ്റോറേജ് ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആനോഡുണ്ട്, കാഥോഡുണ്ട്, അതിനിടെ ഇലക്ട്രോലൈറ്റുകളുണ്ട്. കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് അവിടെ കെമിക്കൽ എനർജി ഉണ്ടാവുന്നത്. അപ്പൊ ഈ സ്റ്റോറേജ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജിയെ ഇത് കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ സ്റ്റോറേജ് ബാറ്ററി ചാർജിങ്ങിന്റെ സമയത്ത് ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇനി ഈ സ്റ്റോറേജ് ബാറ്ററി നമ്മൾ ഒരു ഡിവൈസിലേക്ക് കൊടുക്കുന്നു, ഒരു ഉപകരണം പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ കെമിക്കൽ എനർജി ആയിട്ടിരിക്കുകയാണ്. ഈ കെമിക്കൽ എനർജി എന്താണ്? ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആവുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറെ ഡിവൈസ് പഠിച്ചു. ആ ഡിവൈസുകളുടെ ഉപയോഗങ്ങൾ പഠിച്ചു. അതിനകത്തുള്ള എനർജി കൺസർവേഷൻസ്, എനർജി കൺവേർഷൻ പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഉപകരണങ്ങളെല്ലാം എന്താണ്? പല പല എഫക്റ്റുകളാണ് നൽകുന്നത്, വൈദ്യുത ഫലങ്ങളാണ് നൽകുന്നത്. അപ്പൊ എന്താണ് ഒരു ഉപകരണത്തിന്റെ വൈദ്യുത ഫലം അഥവാ ഒരു ഉപകരണത്തിന്റെ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഉപകാരമായ ഏത് രൂപത്തിലേക്കാണോ ഒരു ഉപകരണം ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്, അതായിരിക്കും ആ ഉപകരണത്തിന്റെ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ എന്താണ് ഒരു ഉപകരണത്തിന്റെ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്? ഉപകാരമായ ഏത് എനർജി രൂപത്തിലേക്കാണോ ഒരു ഉപകരണം ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഉപകാരമായ ഏത് എനർജി രൂപത്തിലേക്കാണോ ഒരു ഉപകരണം ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്, അതായിരിക്കും ആ ഉപകരണത്തിന്റെ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് എടുത്ത് നോക്കിയേ, നമുക്ക് ഉപകാരമായ ഏത് എനർജിയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്? ലൈറ്റ് എനർജിയാണ്. അപ്പം ഇലക്ട്രിക്കൽ എനർജി അത് ലൈറ്റ് എനർജി ആക്കി മാറ്റി. അപ്പൊ ആ ഉപകരണത്തിന്റെ എഫക്ട്, കറണ്ട് കടന്നു പോയപ്പോൾ എഫക്ട് എന്താണ്? ലൈറ്റ് എഫക്റ്റ് ആണ്. ഓവൻ എടുത്ത് നോക്കിയേ, ഇലക്ട്രിക് എനർജി എന്താക്കി മാറ്റിയത്? ഹീറ്റ് എനർജി ആക്കി മാറ്റി. അപ്പൊ ആ ഉപകരണത്തിന്റെ എഫക്ട് എന്താണ്? ഹീറ്റ് എഫക്റ്റ് ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? നമുക്ക് ഉപകാരമായ ഏത് എനർജി രൂപത്തിലേക്കാണോ ഒരു ഉപകരണം ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത്, അതായിരിക്കും ആ ഉപകരണത്തിന്റെ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അതിന്റെ പറഞ്ഞു നോക്കി, the useful form of the energy into which a device convert electrical energy is considered as the electric effect of that device. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? വൈദ്യുതിയുടെ ഫലം എന്ന് പറഞ്ഞു, ഒരു ഉപകരണത്തിന്റെ വൈദ്യുത ഫലം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? ലൈറ്റിനകത്ത് ലൈറ്റ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു, ഓവനകത്ത് വൈദ്യുതി ഹീറ്റ് എഫക്റ്റ് ആണ് നൽകുന്നതെന്ന് പറഞ്ഞു, ഫാനിനകത്ത് മിക്സിക്കകത്തൊക്കെ എന്താണ്?
മെക്കാനിക്കൽ എഫക്റ്റ് ആണ് നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വൈദ്യുതിക്ക് ഒരുപാട് തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത് വൈദ്യുതിയുടെ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചും ലൈറ്റ് എഫക്റ്റിനെ കുറിച്ചുമാണ്. വൈദ്യുതിയുടെ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചും ലൈറ്റ് എഫക്റ്റിനെ കുറിച്ചും. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. വൈദ്യുതിയുടെ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പം ഇന്ന് പഠിപ്പിച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.